ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും മികച്ച ഓഫറുകൾ. ഓൺലി അറ്റ് റിഗാലിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ഞങ്ങളോട് പറയും കുടിവെള്ളത്തിന് മാന്യമായ പദ്ധതി വിലയിരുത്താത്തതുകൊണ്ട് തികച്ചും ഞങ്ങളോട് പറയും. കടപ്പുറം പഞ്ചായത്ത് ബജറ്റ് അവതരണത്തിൽ കുടിവെള്ള പ്രശ്നത്തെ ചൊല്ലി കാലിക്കുടങ്ങളേന്തി LDF അംഗങ്ങളുടെ പ്രതിഷേധം. പ്രതിപക്ഷത്തിന്റേത് രാഷ്ട്രീയ സമരാഭാസമാണെന്ന് ഭരണപക്ഷത്തിന്റെ ആരോപണം. കഴിഞ്ഞ വർഷം ബജറ്റിൽ കുടിവെള്ളത്തിനായി പ്രത്യേക പാക്കേജ് അനുവദിച്ചിട്ടും ഇതുവരെ യാതൊരു പദ്ധതികളും നടപ്പാക്കിയില്ലെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷാംഗങ്ങൾ കാലിക്കുടങ്ങളുമായി ബജറ്റ് അവതരണ യോഗത്തിന് എത്തിയത്. ബജറ്റ് അവതരണത്തിനു ശേഷം ഭരണപക്ഷ മെമ്പർമാർ ബജറ്റിനെ അനുകൂലിച്ച് സംസാരിച്ചു. അതേസമയം മതിയായ ഫണ്ടില്ലെന്നാരോപിച്ച പ്രതിപക്ഷാംഗങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. തുടർന്ന് കുടിവെള്ളത്തെ ചൊല്ലി വീണ്ടും യോഗത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്തർക്കത്തിലേർപ്പെട്ടു. ഇതിനിടെ പ്രസിഡന്റ് ബജറ്റ് അവസാനിച്ചുവെന്ന് പറഞ്ഞ യോഗം പിരിച്ചുവിട്ടു. വെള്ളത്താൽ ചുറ്റപ്പെട്ട കടപ്പുറം പഞ്ചായത്തിലെ 9, 10 വാർഡുകളിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമാണെന്നും കഴിഞ്ഞ വർഷം ബജറ്റിൽ വലിയ പാക്കേജുകൾ പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും നടപ്പിലാക്കിയിട്ടില്ലെന്നും ഇത്തവണ കുടിവെള്ളത്തിനായി മതിയായ ഫണ്ട് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷാംഗങ്ങളായ മുഹമ്മദ്, സമീറ ഷെരീഫ്, റാഹില വഹാബ്, പ്രസന്ന ചന്ദ്രൻ എന്നിവർ ആരോപിച്ചു. എന്റെ വാർഡ് എന്ന് പറഞ്ഞാൽ അഴിമുഖം വാർഡ് 3 ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ കുടിവെള്ളത്തിന് മതിയായ ഫണ്ട് വെക്കാതിരിക്കുകയും ഞങ്ങൾ 11 മണിക്ക് തന്നെ ബഡ്ജറ്റ് തുടങ്ങിയ സമയത്ത് 11 മണിക്ക് തന്നെ ഞങ്ങൾ കഴിഞ്ഞ ബഡ്ജറ്റിനെ അപേക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് കാലിക്കൊടവും വേണ്ടി ഞങ്ങളിവിടെ വന്നത്. കഴിഞ്ഞ ബഡ്ജറ്റിലും കൂടുതൽ ഫണ്ട് വെക്കുകയും ആ ഫണ്ടുകൾ മതിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താതിരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ കാലിക്കൊടവും വേണ്ടി ഇന്ന് 11 മണിക്ക് ഞങ്ങൾ ബഡ്ജറ്റിൽ കയറിയിരിക്കുകയും 11:45 ഇന്ന് ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിക്കാൻ വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറി ഇന്ന് മീറ്റിംഗ് ഹാളിലേക്ക് കയറിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുടിവെള്ളം തീരെ കിട്ടുന്നില്ല. ഒരാഴ്ച 2 ആഴ്ചത്തോളമായി ഇപ്പോൾ കുടിവെള്ളം തീരെ വരാതിരുന്നിട്ട്. 4ാമത്തെ ഒരു ബജറ്റ് മീറ്റിംഗിലാണ്. ഇതിലൊക്കെ നമുക്ക് കുടിവെള്ളത്തിന് പദ്ധതി വെക്കുകയും കാര്യമായ ഒരു നടപടി എടുക്കാതെ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയതിൻ്റെ ഫലമായിട്ട് 9, 10 ഈ വാർഡുകളിലൊക്കെ അങ്ങേയറ്റം കടലും പുഴ കൊണ്ടൊക്കെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരു ഭാഗങ്ങൾ കുടിവെള്ളം മൂലം ജനങ്ങൾ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുടിവെള്ളം പ്രശ്നം ഉണ്ടായിട്ട് 5 ദിവസത്തിന് ശേഷമാണ് അത് നന്നാക്കിയത്. ഇത്ര ദിവസങ്ങളും ഈ ജനങ്ങൾ കുടിവെള്ളമില്ലാതെ വലയായിരുന്നു. ആ ഒരു പ്രതിഷേധമാണ് ഈ ബജറ്റിന് മുന്നോടിയായിട്ട് ഈ ബജറ്റിലൂടെ ഞങ്ങൾ അവതരിപ്പിച്ച് ഞങ്ങളെ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുന്നു. എന്നാൽ ബജറ്റ് എന്താണെന്നറിയാതെ പ്രതിപക്ഷാംഗങ്ങൾ ബജറ്റ് അവതരണത്തിന് മുൻപ് കുടവുമായി വന്നത് സമരാഭാസമാണെന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി പറഞ്ഞു. കടപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം സമരാഭാസമാണ് നടത്തുന്നത്. ബഡ്ജറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ബഡ്ജറ്റ് വായിക്കുന്നതിന് മുമ്പേ എന്താണ് ബഡ്ജറ്റിലുള്ളതെന്ന് അറിയാതെ തന്നെയാണ് കുടവുമായി പ്രതിഷേധിക്കാനായിട്ട് പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. സാമാന്യ മര്യാദയിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച് അവർക്കതിനുള്ള അഭിപ്രായ വ്യത്യാസം പറയാനുള്ള അവസരമുണ്ട്. അതിനൊക്കെ മുമ്പ് തന്നെ രാഷ്ട്രീയ പ്രേരിതമായി എന്ത് തന്നെ യോഗമായാലും ഞങ്ങൾ പ്രതിഷേധിച്ച് അടങ്ങൂ എന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ സമരാഭാസമാണ് പ്രതിപക്ഷ മെമ്പർമാർ ഈ ഗ്രാമപഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റേത് രാഷ്ട്രീയ പ്രേരിതമായ സമരമാണെന്ന് പ്രസിഡന്റ് സ്വാലിഹ ഷൗക്കത്ത് പറഞ്ഞു. ഗുരുവായൂർ മണ്ഡലത്തിൽ ഒട്ടനവധി കണക്ഷൻ ജൽജീവന് നമ്മൾ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ടാങ്കിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം വളരെ അധികം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്. ഇത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ കുടവുമായി പ്രതിഷേധിക്കണം എന്നുള്ള ഒരൊറ്റ അർത്ഥത്തോടു കൂടി മാത്രം കോൺഫറൻസ് ഹാളിൽ പ്രവേശിക്കുകയും അതുപോലെ തന്നെ അത് തുടർന്ന് അതിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. നമ്മൾ ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ബഡ്ജറ്റ് അംഗീകാരവും ചർച്ചയും മറ്റൊരു ദിവസം വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും ഇന്നത്തെ ദിവസം ഇത്തരം പ്രതിഷേധമായി വന്നത് തികച്ചും രാഷ്ട്രീയം മാത്രമാണ്. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്, പ്ലാറ്റിനം പോലെ സിൽവർ, ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്, ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി.